എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമികവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ചെറിയൊരു ചിന്തയുമായി ഇരിപ്പാൻ വലിയ ദൈവം നൽകിയ സന്തോഷത്തിനും ആരോഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ആത്മീയ കൂടിയുറവുകളെ പറ്റിയും ആരാധനാ യോഗങ്ങളെ പറ്റിയും ഒക്കെ ഓർത്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ നാളുകളിലും ഒക്കെ ആയിട്ട് കടന്നുപോയി. അനേക ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കം, സുനാമി, കൊടുങ്കാറ്റ്, അല്ലെങ്കിൽ കോവിഡ് മാതിരിയുള്ള പകർച്ചവ്യാധികൾ, അങ്ങനെ അനവധിയായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളിലൂടെ കടന്നുപോയെങ്കിലും നമ്മൾ പലരും ഇതിൻ്റെയൊക്കെ കോടാനുകോടി ജനങ്ങൾ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകളിലൂടെ കടന്നുപോയി. കൊടുങ്കാറ്റൊക്കെ വരുമ്പം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പലായനം ചെയ്യുന്നത് കാണുന്നത്. തീയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാലിഫോർണിയയിലൊക്കെ വന്നപ്പോൾ അനേകർ പലായനം ചെയ്തു, അനേകരുടെ വീടും സ്വത്തും ഒക്കെ നഷ്ടപ്പെട്ടു, അനേകം പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഞാൻ പറഞ്ഞത്, ഇത് ഓരോന്നും സംഭവിക്കുന്നുണ്ടേ കുറേ ഏറെ മനുഷ്യർ, ചിലപ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇത് ബാധിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ചിലപ്പം വിചാരിക്കും, ഇതങ്ങ് മണിപ്പൂരല്ലേ, ഇതങ്ങ് കാലിഫോർണിയയിലല്ലേ, ഇതങ്ങ് ജപ്പാനിലല്ലേ, ചൈനയിലല്ലേ, തൃശ്ശൂരല്ലേ, കൊലപാതകം അവിടെ അല്ലേ നടന്നത്, കൊള്ള അവിടെ അല്ലേ നടന്നത്, അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയല്ലേ നടന്നത് എന്നൊക്കെ കരുതി നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുന്ന ഒരു വിഭാഗമാണെന്ന് നമ്മൾ കരുതാറുണ്ട്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ സമയത്താണെങ്കിൽ തന്നെ നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരൊക്കെ തന്നെ ഈ അവസ്ഥയിലൂടെ ഒക്കെ കടന്നുപോയി അതിനെയൊക്കെ അതിജീവിച്ച് നിൽക്കുന്നവരാണ്. പക്ഷെ ചില ദിവസങ്ങൾ, മാസങ്ങൾ കഴിയുമ്പോൾ നമ്മളിതെല്ലാം അങ്ങ് മറന്നു കളയുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ഒരു ഞെട്ടലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നില്ല. അനവധിയായിട്ടുള്ള ബുദ്ധിമുട്ടിക്കുന്ന വാർത്തകളും ഒക്കെ നമ്മൾ കേട്ടാലും, അനവധി യുദ്ധങ്ങളിലൂടെ ഒക്കെ അനേക ആയിരങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഈ മാസങ്ങളിലൊക്കെ മരിച്ച് പോയത്. നമ്മളതൊന്നും കണ്ട് നമ്മുടെ മനസ്സിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിലുള്ള ഒരു മരവിച്ച മനസ്സുമായിട്ടാണ് ഇന്ന് അനേകരും ജീവിക്കുന്നത്. ഞാൻ ആരാധനയോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ ഞാൻ കരുതി, എന്തുകൊണ്ടാണ് ഇന്ന് അനേകർക്കും ആരാധനാ മീറ്റിങ്ങുകൾക്ക് വരുമ്പോൾ പോലും അവരുടെ ജീവിതത്തിൻ്റെ ഒരു നന്മ, കർത്താവ് അവരുടെ ജീവിതത്തിൽ നൽകിയ വലിയ സന്തോഷമൊക്കെ ഒന്ന് ഓർത്ത് കർത്താവിനെ ആത്മാർത്ഥമായിട്ട് ആരാധിക്കുവാനും ആൾക്കാർക്ക് ഉത്സാഹമില്ലാത്തത് എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. അതേസമയം നമ്മൾ മറ്റുള്ള അനവധിയായിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ നമുക്കിന്ന് അനവധിയായിട്ട് കാണാം. പലയിടത്തും ആയിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന മീറ്റിങ്ങുകളുണ്ട്. പക്ഷെ ഈ മീറ്റിങ്ങുകൾക്കൊക്കെ പുറകിൽ ആൾക്കാരെ അങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, അവർ ഓരോ ഭൗമിക വിഷയങ്ങളുമായിട്ട് അല്ലെ അവരുടെ പ്രയാസങ്ങളുമായിട്ട് ആഗ്രഹങ്ങളുമായിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള അനേക മീറ്റിങ്ങുകൾ പോയി. അവിടെ അവർ പോയി ഉറക്കപ്പാട്ട് പാടുകയും കൈയടിക്കുകയും നൃത്തം ചെയ്യുകയും അല്ലെങ്കിൽ വളരെ ഇതായിട്ട് കരയുകയും ഒക്കെ ചെയ്യും. പക്ഷെ അതിൻ്റെ എല്ലാം പുറകില് അവരെ ഇതിലേക്ക് നയിക്കുന്ന ചേതോവിഹാരം എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെ അവരുടെ ചില ആഗ്രഹങ്ങൾ, അല്ലെ ജോലി, രോഗം, വിടുതൽ, സാമ്പത്തിക നേട്ടം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് അനേകരും ഇങ്ങനെയൊക്കെയുള്ള മീറ്റിങ്ങുകൾ, നമ്മൾ വലിയ ഉണർവ് യോഗങ്ങൾ പോലെയുള്ള മീറ്റിങ്ങുകളൊക്കെ കാണുന്നത്. എന്നാൽ പലപ്പോഴും ആരാധനാ മീറ്റിങ്ങുകളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബൈബിൾ സ്റ്റഡിയിലേക്ക് വരുമ്പോൾ, അല്ലെ ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങുകളിലേക്ക് വരുമ്പോൾ ആർക്കും ഈ ഉത്സാഹങ്ങളൊന്നും കാണാറില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ബൈബിൾ സ്റ്റഡിയിലേക്ക്, ഒരു ഡീപ്പായിട്ടുള്ള ബൈബിൾ സ്റ്റഡിയിലേക്ക് അറ്റൻഡ് ചെയ്യാനൊന്നും അനേകർക്ക് താല്പര്യമില്ല. അനേക സഭകളുടെ ബൈബിൾ സ്റ്റഡി ക്ലാസ്സുകളൊക്കെ 10, 15, 20 പേരൊക്കെ ഉള്ളൂ ഇന്ന് പല ബൈബിൾ സ്റ്റഡിക്കും. ആൾക്കാർക്കൊന്നും ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അതേസമയം 1000, 10,000 കൂടുന്ന മീറ്റിംഗ് മറുവശത്ത് നടക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് മനസ്സിലായല്ലോ. അതിൻ്റെ തന്നെ ഒരു അവസ്ഥയാണ്. ഇനി ആരാധന മീറ്റിങ്ങിനൊക്കെ ആൾക്കാർ പോകും. കാരണം ഞായറാഴ്ച പല പള്ളികളിലും ആരാധനയ്ക്ക് ചെന്നില്ലെങ്കിൽ ആൾക്കാർ തിരക്കും, അല്ലെങ്കിൽ പള്ളിയിലെ ആളല്ലാതാവും, അംഗമല്ലാതാവും എന്നൊക്കെ കരുതി സ്ഥിരമായിട്ട് ഞായറാഴ്ചയ്ക്ക് ആരാധനയ്ക്ക് പോകുന്നവരുണ്ട്. നമ്മുടെ പല സഭകൾ വെച്ച് നോക്കി, എപ്പിസ്കോപ്പൽ സഭകൾ മുതൽ ഇങ്ങോട്ട് ന്യൂ ജനറേഷനോ ഏതൊക്കെ ചർച്ചകളാണെങ്കിൽ തന്നെ എല്ലാവരും പോയി അവിടെ പങ്കെടുത്തിട്ട് അവർക്ക് ചിലരൊക്കെ നമുക്കറിയാം, പഴയ കാലത്തിലുള്ള എപ്പിസ്കോപ്പൽ പാരമ്പര്യ സഭകളിലൊക്കെ ആൾക്കാർ പോയി ഏറ്റവും പുറകെ നിൽക്കും. കഴിയുമെങ്കിൽ അതിന്റെ വരാന്തയിൽ തന്നെ നിന്ന് ആരാധിച്ചിട്ട് തിരിച്ചു പോകുന്ന അനേക അപ്പച്ചന്മാരെയൊക്കെ എനിക്കറിയാം. അപ്പൊ അങ്ങനെ അവർ ആ കുർബാനയിൽ പങ്കെടുത്തു, പള്ളിയിൽ പോയി എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് പോകുന്ന അനേക
ഇന്ന് അനേക ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ അല്ലെ നവീന സുവിശേഷ വിഹിത സഭകളിലൊക്കെ ഉണ്ട്. അവർ ഞായറാഴ്ച പോകും, ആരാധനയ്ക്ക് പോകും, തിരിച്ചു വരും. എന്നാൽ ഈ അനേകരുടെ ഇതിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ആർക്കും കർത്താവിനെ ഹൃദയം കൊണ്ട് ആരാധിക്കുവാന്, കർത്താവ് തങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വലിയ സന്തോഷം പങ്കുവയ്ക്കുവാനൊന്നും ആരുടെയും ചിന്തകളിലൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ചിലർ ആരാധനാ യോഗങ്ങളിലും പോയിട്ട് ഇതുപോലൊക്കെ കരച്ചിലും പിഴിച്ചിലും അല്ലെങ്കിൽ ഭയങ്കര പ്രാർത്ഥനകളുമായിട്ടൊക്കെ ഇരിക്കുന്ന ചിലരെ നമുക്കറിയാം. അവരും അവിടെയും കർത്താവിനെ ആരാധിക്കുവാൻ നമ്മൾ വേർപെടുത്തുന്ന ചില നിമിഷങ്ങൾ അല്ലെ 45 മിനിറ്റ് 1 മണിക്കൂർ അവിടെയും പോയി നമ്മുടെ ഭൗമിക ചിന്തകളാൽ അവർ ഭാരപ്പെടുകയാണ്. ഒരുപക്ഷെ വേദനകളുണ്ട്, രോഗങ്ങളായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അല്ലെ കുഞ്ഞുങ്ങളുടെ വിവാഹം, അല്ലെ ജോലി, വീട് പണി, വാഹനം, ഇങ്ങനെയൊക്കെയുള്ള അനവധി പ്രയാസങ്ങളുമായിട്ടാണ് ജനം ആരാധനാ മീറ്റിങ്ങിന് പോലും വന്നിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, നമ്മൾ കർത്താവ് നമുക്ക് ജീവിതത്തിൽ നൽകിയ വലിയ നന്മകള്, അല്ലെ നമ്മളെ വീണ്ടെടുത്തത്, അല്ലെ നമ്മളെ കർത്താവിന്റെ മക്കളാക്കി തീർത്തത്, ഇതൊക്കെ ഓർത്ത് കർത്താവിനോട് നന്ദി പറയാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുമാണ് നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുന്നത്. പക്ഷെ അതുപോലും മറന്ന് അവിടെയും നമ്മൾ ഭൗമിക ബന്ധനങ്ങളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ കാണാം. എന്നാൽ ഈ പറഞ്ഞ വിഭാഗം ഒന്നും പെടാത്ത ഒരാൾക്കാർക്ക് അവർക്ക് മനസ്സിൽ ഒരു കുലുക്കവും ഇല്ല. അവർ ജസ്റ്റ് വന്നിങ്ങനെ ഇരുന്ന് അല്ല ചില പാട്ടുകൾ പാടും, അല്ല അവർ വായിൽ നിന്ന് ഒരു നന്ദിയുടെ ഒരു സ്തോത്രം എന്ന ഒരു വാക്ക് പോലും വരാത്ത അനേകരിന്ന് ആരാധനാ യോഗങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവർ വന്നു ആരാധിച്ചു, അല്ലെങ്കിൽ കുർബാന ഉണ്ടെങ്കിൽ, തിരുത്താഴം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പങ്കെടുത്ത് അവർ പോകുക. അവർ സായുജ്യം, ഞാൻ ഇന്ന് ആരാധനയ്ക്ക് പങ്കെടുത്തു എന്ന് ഉള്ള ഒരു സന്തോഷത്തിലങ്ങ് പോവുകയാണ്. ഞാൻ ആരെയും വിമർശിച്ച് പറയുകയില്ല. നമ്മളിതൊന്ന് നമ്മളെ തന്നെ സ്വയമായിട്ടൊന്ന് എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്താണ് നമ്മളിങ്ങനെ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. നമ്മൾ ആരാധനാ ചിന്തയിലൊക്കെ എന്തോരം വലിയ വലിയ ചിന്തകളാണ് ചിലപ്പോൾ ചില ഈ സുവിശേഷ വിഹിത സഭകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയും ഈ ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ ഷെയർ ചെയ്തപ്പോൾ ആ ഞായറാഴ്ചയും വലിയ ചിന്തകളൊക്കെയാണ് നമ്മൾ പറയുന്നത്. സ്വർഗീയ സൈന്യം വലിയവനായ ദൈവത്തെ ആരാധിക്കുന്നതല്ലേ, സറാഫും മൂപ്പന്മാരും ജീവികളും, അല്ലെങ്കിൽ സറാഫുകൾ നിത്യം ആരാധിച്ചുകൊണ്ടിരുന്നു, ദൈവത്തെ നോക്കുവാൻ പോലും കഴിയാതെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളും, അങ്ങനെ നമുക്ക് ലഭിച്ച വലിയ പദവികളും, അല്ലെങ്കിൽ നമ്മളെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ച് മക്കളാക്കി, അല്ലെങ്കിൽ സഹോദര തുല്യരാക്കി, ശ്രേഷ്ഠ മഹാപുരോഹിത വർഗമാക്കി, ഇങ്ങനെ അനവധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഇതൊന്നും ഒരു നമ്മുടെ പ്രവൃത്തിയിലോ ചിന്തയിലോ അല്ലെ വാക്കുകൊണ്ടോ ഒന്നും ഒരു ഉത്സാഹവും നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നതിൽ നമുക്ക് ഇതിൽ വരുന്നില്ല. കാരണം നമുക്കറിയാം, ആവർത്തന പുസ്തകവും സുവിശേഷങ്ങളൊക്കെ ആവർത്തിച്ച് യേശു കർത്താവും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം. ആ രീതിയിൽ ആ സ്നേഹം നമ്മുടെ കർത്താവിനെ നമ്മുടെ ആരാധന വേളയിൽ നമുക്കൊന്ന് വെളിവാക്കാൻ നമുക്ക് പലർക്കും കഴിയുന്നില്ല. കാരണം ഈ പറഞ്ഞിട്ട് ഭൗമിക ചിന്തകൾ നമ്മളെ ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ നമ്മളെ മാറ്റിക്കളയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ശ്രദ്ധയുടെ ഇത് ഇല്ലാതാക്കി കളയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ലജ്ജയായിട്ടിരിക്കുന്ന അനേകരുണ്ട്. എൻ്റെ കർത്താവെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രപ്പ എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുവാൻ ലജ്ജിക്കുന്ന അനേകരുണ്ട്. കാരണം നമ്മുടെ അടുത്തിരിക്കുന്നവരെന്ന് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താൻ പോലും ലജ്ജിക്കുന്നവരുണ്ട് എന്നുള്ളത് നഗ്ന സത്യമാണ്. അപ്പോൾ ഞാൻ കരുതി എന്താണ് മനുഷ്യനിങ്ങനെ ആയിപ്പോകുന്നത് എന്ന് കരുതിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. റെവലേഷൻ, വെളിപ്പാടിന്റെ പുസ്തകം 1:7 വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും, ഉവ്വ് ആമേൻ. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഇതൊന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമ്മൾ അത് തന്നെയല്ലേ നമ്മൾ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനി 4:16-17 വാക്യങ്ങൾ കാണുന്നത്, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന വിശ്വാസികൾ നമ്മൾ ജീവനോടെ എടുക്കപ്പെടും. നമ്മൾ ഈ 2 കൂട്ടരെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. മരിച്ചവരായിട്ടുള്ളവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. ഇനി നമ്മളൊക്കെ വിശ്വാസികളായിട്ടുള്ള നമ്മൾ ജീവനോട് ശേഷിക്കുന്നെങ്കിൽ, വിശ്വാസികളായിട്ടുള്ള മൃതന്മാർ ഉയർക്കുമെങ്കിൽ
ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോട് കൂടെ ആവും. അപ്പൊ ഈ രണ്ട് കൂട്ടരും നമ്മൾ അപ്പൊ ഒന്ന് ഞെട്ടും. ഇപ്പൊ നമ്മൾ കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് വലിയ ആവേശവും ഞെട്ടലും ഉത്സാഹമൊന്നും ഇല്ലാത്തവര് ഈ കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടുന്നവരൊന്നും ശരിക്കും ഞെട്ടും, ആശ്ചര്യപ്പെടും. കർത്താവെ, ഞാൻ ഇത്ര ഉദാസീനനായിട്ടൊക്കെ ഇരുന്ന ഞാൻ ഇത്ര വലിയൊരു പദവിയിലേക്കാണല്ലോ ഞാൻ വിശ്വസിച്ചത്, ആശിച്ചത്, പ്രത്യാശിച്ചതിലേക്ക് ഞാൻ പ്രാപിച്ചല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ആശ്ചര്യപ്പെടും. നമുക്ക് സന്തോഷം പറഞ്ഞറിയിക്കാനായിട്ടുള്ള സന്തോഷവും ഞെട്ടലും ഒക്കെ ആ സമയം ഈ രണ്ടു കൂട്ടരുടെ ഇതിലും ഉണ്ടാവും. എന്നാൽ നമുക്കറിയാം ഇത് രണ്ടിലും ആവാത്ത മൂന്നാമത് ഒരു കൂട്ടരും ആ കൂട്ടത്തിലുണ്ട്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 10 മുതൽ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് പോലെ യേശു കർത്താവിന്റെ നാമത്തിൽ പലതും ചെയ്തുകൊണ്ടിരുന്നവര് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങള്, സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാത്തവർ അവര് പറയും, കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, അത്ഭുത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് കർത്താവിന്റെ ശുശ്രൂഷകളാണ്, കർത്താവിന്റെ മക്കളാണെന്നൊക്കെ വിചാരിച്ച് നടന്നവര് അവരോട് കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ നിങ്ങളെ ഒരു നാള് പറഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ വിട്ടുപോകുവിൻ. ഇത് കേൾക്കുമ്പോൾ അവര് ഞെട്ടും. ഇതിലും അപ്പുറമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടോ? ഇതൊരു ഏറ്റവും ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് അനേക ബൈബിൾ പഠിതാക്കൾ പറയുന്നത്. ശരിയല്ലേ? നമ്മൾ വിചാരിക്കും നമ്മൾ കർത്താവിന്റെ മക്കളാണ്, രക്ഷിക്കപ്പെട്ടവരാണെന്ന് കരുതി നമ്മൾ അനേക ശുശ്രൂഷകളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്ത് വലിയ മീറ്റിങ്ങുകളൊക്കെ ഒരുപക്ഷെ നമ്മൾ നടത്തുമായിരിക്കും. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്ത പ്രവൃത്തിയും നമ്മൾ ചെയ്ത മീറ്റിങ്ങുകളും ഒക്കെ വിലയില്ലാതായി പോകുന്ന ഒരവസ്ഥ. കർത്താവിന്റെ ഇഷ്ടം ചെയ്യാത്തവര്, അധർമ്മം പ്രവർത്തിച്ചവര്, നല്ല ഫലം കായ്ക്കാത്ത മരങ്ങളൊക്കെ വെട്ടി തീയിലിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ ഞെട്ടുമെന്നുള്ള വാക്കാണോ പറയേണ്ടത്? അതിനും അപ്പുറമായിട്ടുള്ള എന്തൊക്കെയാണ്? ചിലപ്പം ഇങ്ങനെ ഞെട്ട് മാത്രമല്ല, തരിച്ചു നിന്ന് സ്റ്റാച്യു ആയി പോവാന്, ഹാർട്ട് അറ്റാക്ക് വരാനൊക്കെ അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട്. പിന്നെ നാലാമതൊരു കൂട്ടരുണ്ട്, അതും നമുക്കറിയാം. ഈ 3 ഗണത്തിലും പെടാത്തവര്, വിശ്വാസികളല്ലാത്ത ആൾക്കാരൊക്കെ അവർ നോക്കുമ്പോൾ അനേകരെ കാണുന്നില്ല. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നവരെ കാണുന്നില്ല, ട്രെയിൻ ഓടിച്ചവരെ കാണുന്നില്ല, ഡോക്ടർമാരെ കാണുന്നില്ല, അല്ലെങ്കിൽ പൈലറ്റുമാരെ കാണുന്നില്ല. അങ്ങനെ അനേക അപകടങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകും. അനേക ദൈവമക്കൾ എടുക്കപ്പെടുമ്പോൾ അപ്പൊ അവർക്ക് മനസ്സിലാവും എന്തോ ഒരു വലിയ സംഭവം നടന്നിരിക്കുന്നു, അനേകരെ കാണുന്നില്ല. ഇവരൊക്കെ യേശുക്രിസ്തു വരും, അവർ സ്വർഗത്തിൽ പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവരാണ് കാണാനായിരിക്കുന്നത്. അത് സത്യമായിരുന്നോ എന്നോർത്തിട്ട് അവർ ഞെട്ടുന്ന ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ ഓർത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ 3ഉം 4ഉം വിഭാഗത്തിലുള്ളവരായി പോവാതിരിക്കാൻ നമ്മൾ വളരെ ഉത്സാഹിക്കണം. നമ്മൾ അങ്ങനെ അവസാനം ഇങ്ങനെ ഞെട്ടാൻ നിൽക്കാതെ, ആശ്ചര്യപ്പെടാൻ നിൽക്കാതെ, നമ്മുടെ കർത്താവിനെ ഇപ്പോഴേ സ്നേഹിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും ഒക്കെ നേരോടെ, വിശ്വസ്തയോടെ, നിർമ്മലതയോടെ, ഹൃദയശുദ്ധിയോടെ കർത്താവിനെ സ്നേഹിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുമെങ്കിലുണ്ടല്ലോ, ഈ ഭൂമിയിൽ നമുക്ക് കർത്താവിനെ അനുഭവിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഒക്കെ ഉള്ളവരാണ്. കഴിഞ്ഞ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ വന്നിട്ടുണ്ടാവാം. എന്നാൽ അതൊക്കെ കർത്താവിനോട് ഏറ്റു പറഞ്ഞ്, കർത്താവെ, നിന്നോട് ചേർന്ന് ജീവിപ്പാൻ, അവിടുത്തോടൊപ്പം നടപ്പാൻ കർത്താവ് പൂർണ്ണ ഒരു നിർമ്മലമായ ഒരു ഹൃദയം നൽകി, പുതുക്കമുള്ള ഒരു ആത്മാവിനെ നൽകി നിന്നോടൊപ്പം എന്നെ ചേർത്ത് നടത്തണമേ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ജീവിപ്പാൻ, കർത്താവിനെ ആത്മാർത്ഥമായിട്ട് ആരാധിപ്പാൻ, ഹൃദയം നിറഞ്ഞ് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിപ്പാൻ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവിന്റെ അസാന്നിധ്യം നമുക്ക് മനസ്സിലാക്കുവാൻ വലിയനായ ദൈവം പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അപ്പോൾ നമുക്ക് ഈ ഞെട്ടലൊന്നും ഉണ്ടാകത്തില്ല പ്രിയ ദൈവമക്കളെ. അതിനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന്റെ വലിയൊരു നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.